എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്നൊരുക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വലിയ ആളുകളിലൊക്കെ കൂടുതലുണ്ടാകുന്നൊരു വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മൂത്രപ്പഴുപ്പ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ മൂത്രപ്പഴുപ്പ് എന്ന വിഷയമാണ്. ഈ ഒരു വിഷയം നമ്മൾ ഇതുവരെ ആരോഗ്യ ദർശനത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ദർശനത്തിൻ്റെ എപ്പിസോഡിൽ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ അഭിനവ് ചന്ദ്രൻ, പ്രൊഫസർ പീഡിയാട്രിക്സ് സെക്ഷൻ, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ആരോഗ്യ ദർശനത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. നമ്മൾ മൂത്രപ്പഴുപ്പ് എന്നുള്ളത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കൂടി വരുന്നതാണ്. വലിയ ആളുകൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ മൂത്രപ്പഴുപ്പ് എങ്ങനെയാണ് നമുക്കതിനെ ഒന്ന് നിർവചിക്കാൻ പറ്റും? നമുക്ക് പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോകുന്ന ഒരു അസുഖമാണ് കുട്ടികളിലെ മൂത്രപ്പഴുപ്പ്. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥ, വേനൽക്കാലം തുടങ്ങിയ ശേഷം കുട്ടികൾ, പ്രത്യേകിച്ച് വെക്കേഷനൊക്കെ തുടങ്ങിയ ശേഷം കുട്ടികളെല്ലാവരും കളിക്കാൻ പോകും. വെള്ളം കൂടി നന്നായി കുറയുകയും നന്നായി വേർക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് കുഞ്ഞുങ്ങളിൽ വളരെ നല്ല രീതിയിൽ കുറയും. ആ സമയത്ത് മൂത്രം കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുകയും മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് തന്നെ പല വയസ്സ് അനുസരിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്ക്, നവജാത ശിശുക്കൾക്ക്, 1 വയസ്സ് മുതൽ 5 വയസ്സുള്ള കുട്ടികൾക്ക്, അതിനുശേഷമുള്ള കുട്ടികൾക്ക് ഇവിടെ ലക്ഷണങ്ങൾ പോലും പല വിധത്തിലായിരിക്കും. വേണ്ടത്ര ചികിത്സ ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വേണ്ടത്ര തുടക്കം തന്നെ ചികിത്സ ലഭിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് മൂത്രത്തിൽ പഴുപ്പ്. ഈ വളർന്നു വരുന്ന കിഡ്നികളുടെ പ്രവർത്തനത്തെ തന്നെ സാരമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ള രോഗമാണ് മൂത്രത്തിൽ പഴുപ്പ്. അപ്പോൾ അതുകൊണ്ട് തുടക്കം തന്നെ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു രോഗമാണ് ഇത്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇത് ഉണ്ടാവാറും ഉണ്ട്, അങ്ങനെയല്ലേ? അതെ. പക്ഷേ പെൺകുട്ടികൾക്ക്, താങ്കൾ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്കാണ് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ ഈ മൂത്രസഞ്ചി, യൂറിനറി ബ്ലാഡറും മൂത്രമൊഴിക്കുന്ന മൂത്രനാളവും തമ്മിലുള്ള അകലം പെൺകുട്ടികൾക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെറിയ അണുബാധകൾ പോലും മുകളിലോട്ട് കയറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലും തന്മൂലം കൂടുതൽ ഭവിഷ്യത്തുകളും ഗുരുതരമായ ഭാവിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും പെൺകുട്ടികളിൽ വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഈ മൂത്രപ്പഴുപ്പ് എങ്ങനെയാണ് ഇത് നമുക്ക് ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ കഴിയുക? ഇപ്പോൾ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ചെറിയ വയസ്സിൽ നിന്ന് തുടങ്ങാം. നവജാത ശിശുക്കളിലാണെങ്കിൽ വളരെ ചുരുക്കം മൂത്രപ്പഴുപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കൂടുതലായിട്ടും ഡയപ്പർ ഉപയോഗിക്കുമ്പോഴും ഡയപ്പർ മാറ്റാതെ വരുമ്പോഴും ഇവരിൽ മൂത്രപ്പഴുപ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ കുഞ്ഞുങ്ങളിൽ, അതായത് നവജാത ശിശുക്കളിൽ വലിയ ആൾക്കാരെ പോലെയോ വലിയ കുട്ടികളെ പോലെയോ വലിയ രീതിയിൽ പനിയോ വലിയ ലക്ഷണങ്ങളോ വന്നോളുന്നില്ല. അവർക്കത് പറയാൻ സാധിക്കാത്തത് കൊണ്ട് മിക്കവാറും കാണുക കൂടുതലായിട്ടും കുഞ്ഞുങ്ങളുടെ ഉഷാറ് കുറവ്, മനസ്സിലായി, അനക്കക്കുറവ്, ഉഷാറ് കുറവ്, പാല് കുടിക്കാനുള്ള ഉഷാറ് കുറവ്, അങ്ങനത്തെ വലിയ ലക്ഷണങ്ങളായിട്ടായിരിക്കും മിക്കവാറും ചെറു മക്കളിൽ ഈ ലക്ഷണങ്ങൾ വരിക. മിക്കവാറും അവർക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഉള്ളൊരു അസ്വസ്ഥതയും ചിലപ്പോൾ കരച്ചിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇവരിൽ മൊത്തത്തിൽ ഒരു ഭയങ്കരമായിട്ട് അസഹിഷ്ണുത, ചെറിയ അനക്കങ്ങൾ പോലും സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലും ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങൾ കരയുന്നതും ഇതിനും ഒരു ലക്ഷണമായി കാണാം. വലിയ കുട്ടികളെക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ മൊത്തം രക്തത്തിൽ തന്നെ ഒരു ഇൻഫെക്ഷനായി അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മിക്കവാറും ചെറിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂത്രത്തിൽ എന്തെങ്കിലും കളർ ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യത? ചെറിയ കുട്ടികൾക്ക് അങ്ങനെ കാര്യമായി ഉണ്ടായിക്കൊള്ളുന്നില്ല. സാധാരണ മൂത്രത്തിൻ്റെ നിറം എന്ന് വെച്ചാൽ ഒരു പെയിൽ യെല്ലോ എന്ന് പറയും, ചെറിയ രീതിയിലുള്ള മഞ്ഞക്കളർ. നല്ല കടും മഞ്ഞയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ശരീരത്തിൽ ജലാംശത്തിൻ്റെ കുറവുണ്ടെന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ചെറിയ മക്കൾ. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണുക എന്താണെന്ന് വെച്ചാൽ കഠിനമായ പനി, ഛർദിയോട് കൂടിയുള്ള പനി, വളരെയധികം അസഹിഷ്ണുത, പിന്നെ മൂത്രമൊഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ, നിറവ്യത്യാസം, കരച്ചിൽ എന്നിവ ഉണ്ടാകും. കുറച്ച് 1 വയസ്സിന് മുകളിലേക്ക്, 1 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ. 1 വയസ്സിൽ മുകളിലുള്ള കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ടും വയറുവേദനയോട് കൂടിയുള്ള പനി, കഠിനമായ പനി. മാത്രമല്ല ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ളൊരു ത്വര, അതായത് മൂത്രശങ്ക ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക, നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയും. അല്ലെങ്കിൽ മൂത്രം പിടിച്ചു വെക്കാനുള്ള ആ കഴിവ് കുറച്ച് കുറയുക, അതായത് അർജൻസി, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ കുഞ്ഞിന് ശങ്ക വന്നുകൊണ്ടിരിക്കുക. ഇവയും മൂത്രത്തിൽ പഴുപ്പിൻ്റെ ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും വന്നു തുടങ്ങിയാൽ തന്നെ ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു ലക്ഷണങ്ങളുമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ടെസ്റ്റിലൂടെയാണ് ഇത്. ഇപ്പോൾ ഈ മൂത്രത്തിൽ പഴുപ്പ്, ഇപ്പോൾ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ചില കാര്യങ്ങളിൽ മൂത്രമായിട്ട് യൂറിനലായിട്ട് ടെസ്റ്റ് ചെയ്ത്, അപ്പോൾ എങ്ങനെയാണ് ഈ ടെസ്റ്റിൻ്റെ രീതികളൊക്കെ? സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണുന്ന, ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മിക്കവാറും നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിനിടയിൽ കാണുന്നൊരു തെറ്റായ പ്രവണത എന്തെന്നാൽ, ഇത് മിക്കവാറും ഇവർ ഈ ലക്ഷണങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയും സ്വന്തമായി ആൻറ്റിബയോട്ടിക്കുകൾ തുടങ്ങുകയും ചെയ്യും. ഇതൊരു ഇൻഫെക്ഷനാണ്, അതിൻ്റെ ചികിത്സ ആൻറ്റിബയോട്ടിക് തന്നെയാണ്. സ്വന്തമായി ആൻറ്റിബയോട്ടിക്കുകൾ തുടങ്ങുകയോ അതോ മൂത്രം ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആൻറ്റിബയോട്ടിക്കുകൾ തുടങ്ങുകയോ വളരെ തെറ്റായ പ്രവണതയാണ്. മിക്കവാറും ആദ്യമായി ഡോക്ടറെ കാണിച്ച് 2 ടെസ്റ്റുകളുണ്ട്. യൂറിൻ റുട്ടീൻ എക്സാമിനേഷനും
യൂറിൻ കൾച്ചർ ഈ 2 ടെസ്റ്റുകൾ അയച്ചതിന് ശേഷമേ സാധാരണ ഹോസ്പിറ്റലുകളിൽ ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകളിലൂടെ മാത്രമേ എന്ത് തരം അണുബാധയാണെന്നും ആ അണുബാധയ്ക്ക് അനുയോജ്യമായ ആൻറ്റിബയോട്ടിക് ഏതാണെന്നും തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ടെസ്റ്റുകൾ വെച്ചിട്ടാണ്. അങ്ങനെ ചികിത്സ കൊടുത്താൽ മാത്രമേ കൃത്യമായി രോഗം മാറി എന്ന് നമുക്ക് ഉറപ്പാക്കാനാവുള്ളൂ. മാത്രമല്ല മറ്റു രോഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ മൂത്രത്തിൽ പഴുപ്പിന് കുറച്ചധികം നാൾ ആൻറ്റിബയോട്ടിക്കുകൾ വേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ നമ്മൾ വായിലൂടെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതും കുറവായിരിക്കും. ഇഞ്ചക്ഷനായിട്ട് തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ വേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു ഗുരുതരമായ പ്രശ്നമായതിനാൽ നല്ല രീതിയിൽ ആൻറ്റിബയോട്ടിക് കവറേജ് കിട്ടണമെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗൂഗിൾ ഡോക്ടേഴ്സ് പെരുകുന്ന ഒരു കാലമാണ്. ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണ്. ഏത് അസുഖത്തിനും എത്രയും പെട്ടെന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കുക, ആരൊക്കെയോ എവിടേക്കോ എവിടുന്നൊക്കെയോ എടുത്തിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രകാരം സ്വയം ചികിത്സ നടത്തുന്ന ഒരു സമൂഹം നമ്മുടെ ആരോഗ്യ ദർശനത്തിലൂടെ അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സ്വയം ചികിത്സയ്ക്ക് അങ്ങനെയാണെങ്കിൽ MBBSഉം MD ഒന്നും എടുത്ത് ആരും പഠിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. കാരണം ഈ ഗൂഗിൾ നോക്കിയിട്ട് ഇവിടെ എല്ലാവരും ഡോക്ടേഴ്സായിട്ട് മാറും. ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു തമാശ രൂപേണയാണെങ്കിലും ഇനി ഒരു ആക്ഷേപമാണെങ്കിൽ പോലും കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡോക്ടേഴ്സിന് അവർക്ക് അവരുടേതായ ചില മാനദണ്ഡങ്ങളുണ്ട് ഏത് രോഗനിർണയത്തിന്. നമുക്ക് ഗൂഗിളിൽ നിർണ്ണയിക്കുന്നത് പോലെയല്ല നമ്മുടെ രോഗനിർണയം എന്നുള്ളത് ഡോക്ടർ കൃത്യമായി പറയുകയായിരുന്നു. പറയാതെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കറക്റ്റ് അല്ലേ? തീർച്ചയായും. ഇനി നമുക്ക് ഇപ്പോൾ ഈ കുട്ടികളുടെ കേസ് പറഞ്ഞു, കുട്ടികളിൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെ രീതിയിലാണ് നൽകാറുള്ളത്? സാധാരണ ഇത് ഒരു അണുബാധയാണ്. മനസ്സിലായി, പലതരത്തിലുള്ള അണുക്കൾ ഉണ്ടാവാം. മനസ്സിലായി, സാധാരണ നമുക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ അവർ മലത്തിൽ നിന്നും മലവിസർജന ഭാഗത്തു നിന്നും ചിലപ്പോൾ അണുക്കൾ അങ്ങോട്ട് കയറി ആ അണുക്കൾ അവിടെ വളർന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഡയപ്പർ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ള ഇൻഫെക്ഷൻ ആവും. അല്ലെങ്കിൽ മൊത്തത്തിൽ വേറെ മറ്റു പലതരത്തിലുള്ള അണുക്കളുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി ടെസ്റ്റ് ചെയ്ത് അതിനനുയോജ്യമായ ആൻറ്റിബയോട്ടിക് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് കൃത്യമായ ദൈർഘ്യത്തിന് കൃത്യമായ ദിവസങ്ങളിലേക്ക്, ചിലത് 10 ദിവസമാവും, ചിലത് 12 ദിവസം, ആ കൃത്യമായ ഡ്യൂറേഷനിൽ ആ മരുന്ന് കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുത്തതിന് ശേഷം ക്ലിനിക്കലി കുഞ്ഞിനെ നമ്മൾ പരിശോധിച്ച ശേഷമാണ് നമുക്ക് മനസ്സിലാവുക ഭേദമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് കൃത്യം ക്ലിനിക്കിലെ ഓരോ കുഞ്ഞുങ്ങളിലും വ്യത്യാസമാണ് ആ ലക്ഷണങ്ങളും. ഈ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്? ഈ ചെറിയ കുട്ടികളിലാണെങ്കിൽ, അതായത് നവജാത ശിശുക്കളിലാണെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് നേരെ രക്തത്തിൽ തന്നെ ഇൻഫെക്ഷനായി മാറാനും വളരെ ഗുരുതരമായ രീതിയിലേക്ക് പോകാനും സാധ്യത വളരെ കൂടുതലാണ്. ബാക്കിയുള്ള കുട്ടികൾക്ക് ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ മിക്കവാറും കിഡ്നിയിലേക്ക് പഴുപ്പ് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മൂത്രം വരുന്ന മൂത്രനാളം ആ ഭാഗങ്ങളിലേക്ക് ഇൻഫെക്ഷൻ ഒരുപാട് കൂടുകയാണെങ്കിലും തുടർന്ന് ഭാവിയിൽ വീണ്ടും മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള സാധ്യതയും തുടർന്ന് അത് കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. കൃത്യസമയത്ത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാലും ഇതേ പ്രശ്നങ്ങൾ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത. ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് അല്ലേ? അതെ, അത് 18 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അവർക്ക് സ്വമേതായി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ പറയും. ചെറിയ കുട്ടികൾക്ക് അവർക്ക് കൃത്യമായി അറിഞ്ഞോളണമെന്നില്ല. അവർ ചിലപ്പോൾ ഒരു ചൊറിച്ചിലായിട്ടോ ഒരു കരച്ചിലായിട്ടോ ചിലപ്പോൾ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം. പക്ഷെ അത് പിന്നീട് വലിയ അസുഖങ്ങളായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കിഡ്നി സംബന്ധമായിട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും ബുദ്ധിമുട്ടും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കാരണങ്ങൾ എന്താണ് ശരിക്കും നമുക്ക് പറയാൻ പറ്റുക? കിഡ്നി സംബന്ധമായ ഇത് നമുക്ക് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിൻ്റെ പ്രായത്തിനും വെയിറ്റിനും അനുസൃതമായിട്ടുള്ള വെള്ളം കുഞ്ഞിന് കിട്ടുന്നതെന്ന് ഉറപ്പാക്കുക. അത് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് കുഞ്ഞ് കളിക്കുന്നതനുസരിച്ച് കൃത്യമായ രീതിയിലുള്ള വെള്ളം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. 1. 2. ഹൈജീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജനനേന്ദ്രിയ ഭാഗത്തെ വൃത്തി, അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലുള്ള വൃത്തി, കഴിവതും കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് ഒരു മെസ്സേജ് എന്ന് പറയേണ്ടത് പെൺകുട്ടികൾ, ചെറിയ പെൺകുഞ്ഞുങ്ങൾ ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കഴുകുമ്പോൾ നമ്മൾ ഒരിക്കലും മുന്നിൽ നിന്നും പുറകോട്ട് മാത്രമേ തുടയ്ക്കാൻ പാടുള്ളൂ. പുറകിൽ നിന്ന് മുന്നോട്ട് തുടയ്ക്കുകയാണെങ്കിൽ, അതായത് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ടാണ് കുഞ്ഞുങ്ങളെ വൃത്തിയായി കഴുകുന്ന രീതിയിൽ തുടയ്ക്കുന്നതെങ്കിൽ ആ മലത്തിൻ്റെ അംശങ്ങൾ മൂത്രനാളത്തിൻ്റെ അങ്ങോട്ട് വരാനും തുടർന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഏതൊരു പെൺകുട്ടികളാണെങ്കിലും തുടയ്ക്കുമ്പോൾ എപ്പോഴും മുന്നിൽ നിന്ന് പുറകോട്ട് മാത്രം തുടയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു നമ്മൾ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോകുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ള കുഞ്ഞുങ്ങളിൽ മൂത്രവും കെട്ടി നിൽക്കാൻ ഈ മലം വന്ന് അവിടെ ഇമ്പാക്ട് ചെയ്തിട്ട് മൂത്രത്തിനും ഒരു തടസ്സമുണ്ടായിട്ട് അവിടെ മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ തുടർച്ചയായി മലബന്ധമുള്ള കുട്ടികളിൽ ആദ്യം അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഇതൊരു ന്യൂ ഇൻഫോർമേഷൻ കൂടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. കാരണം എല്ലാത്തിനും അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ
ചെറിയ കുട്ടികളുടെ കാര്യം പറഞ്ഞു, ഒരു വയസ്സിന് താഴെ, ഇപ്പോൾ ഒരു 6 മാസം വരെ നിർബന്ധമായി മുലപ്പാൽ നൽകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നമുക്കിതൊന്ന് സംരക്ഷിക്കാൻ പറ്റുക? കാരണം മുലപ്പാലാണല്ലോ കഴിക്കുന്നത്. വളരെ നല്ല ചോദ്യമാണ്. അപ്പോൾ 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമാണ് നമ്മൾ കൊടുക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ ഈ കിട്ടുന്ന മുലപ്പാലിലെ വെള്ളത്തിൻ്റെ അംശം കൂട്ടുക, അതായത് അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കണം. മനസ്സിലായി? അമ്മ ഒരു ദിവസം മിനിമം ഒരു 2 ലിറ്റർ കൂടുതൽ വെള്ളമെങ്കിലും കുഞ്ഞിനും കൂടെ ചേർത്തുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുലപ്പാലിലും ജലത്തിൻ്റെ അംശം വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അമ്മമാർക്ക് തന്നെ വ്യത്യസ്തമായി കാണാവുന്നതാണ്. കുഞ്ഞിൻ്റെ മൂത്രമൊഴുപ്പും മൂത്രത്തിൻ്റെ അളവും വളരെ നല്ല രീതിയിൽ കൂടുന്നത് കാണാവുന്നതാണ്. ഈ ചെറിയ കുട്ടികൾ അതൊരു കറക്റ്റ് സംഭവമാണ്. കാരണം ഈ അമ്മയുടെ ഭക്ഷണമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇവർക്ക് പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന പ്രശ്നം പറഞ്ഞു. നമുക്കിപ്പോൾ ഇതൊരു വലിയ രീതിയിൽ കാണുകയാണെങ്കിൽ നമ്മുടെ അതായത് നമ്മുടെ ഒരു നാട്ടിലോ പഞ്ചായത്തിലോ നമുക്ക് ഈ മൂത്രത്തിൽ പഴുപ്പ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ കാണുന്നത് സ്കൂളുകളിലെ ബാത്റൂമുകൾ. സ്കൂളുകളിലെ ബാത്റൂമിൽ വൃത്തിക്കുറവുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ ചിലർക്ക് ബാത്റൂം പോകാൻ മടിയായിരിക്കും. ഇവർ ബാത്റൂം പോകില്ല, മൂത്രം പിടിച്ചു വെക്കും. എത്രത്തോളം നേരം ഇവർ പിടിച്ചു വെക്കും? രാവിലെ സ്കൂളിൽ പോയിട്ട് മിക്കവാറും 4:30 5 മണിക്കോ തിരിച്ച് വീട്ടിൽ വരുന്ന മക്കളാണ്. ഇവർ ഈ മൂത്രം പിടിച്ചു വെക്കുന്ന മൂലം തുടർന്നും മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ PTA മീറ്റിങ്ങുകളിലും ഈ ടീച്ചർമാരും മാതാപിതാക്കളും ഒത്തുചേർന്ന് ഉറപ്പാക്കേണ്ട ഒരു കാര്യം, മൂത്രമൊഴിക്കുന്ന സ്ഥലങ്ങളും ബാത്റൂമുകളും ലാട്രിനുകളും സാമാന്യം വൃത്തിയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കേണ്ടതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായും അവരെ സ്കൂൾ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഇവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മൂത്രപ്പഴുപ്പ്? ഒന്ന്, കാലാവസ്ഥ മാറുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇവർ സ്കൂളിൽ കൊണ്ടുപോകുന്ന വെള്ളം കുടിക്കുന്നുണ്ടെന്ന് എങ്ങനെയും ഉറപ്പാക്കുക. ഏറ്റവും കൂടുതൽ പാരൻസ് പറയുന്ന കംപ്ലൈൻറ്റും ഇതായിരിക്കും, കൊണ്ടുപോകുന്ന വെള്ളം അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് നമുക്കൊരു മാർഗ്ഗം കണ്ടെത്തിയേ പറ്റൂ. കാരണം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഉറപ്പാണ്. വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരുമെന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുഞ്ഞുങ്ങൾ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ആവശ്യത്തിന് മൂത്രം ഒഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ മൂത്രത്തിൻ്റെ നിറം ഒന്ന് ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതായിരിക്കും. കടും മഞ്ഞ നിറത്തിലാണ് പോകുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണ് എന്ന് തന്നെയാണ് അത് കാണിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവരിൽ ഇത്തരം മൂത്രം സംബന്ധമായ ലക്ഷണങ്ങൾ വരുമ്പോൾ മാതാപിതാക്കളോട് പറയാനുള്ള കാര്യം അവിടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ചിലർക്ക് ഇത് പറയാനുള്ള മടിയായിരിക്കും. പെൺകുട്ടികളാണെങ്കിലും വലിയ പ്രായപൂർത്തിയായ പെൺകുട്ടികളാണെങ്കിലും ചിലപ്പോൾ പറയാൻ ചിലപ്പോൾ മടിയുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങൾ കുട്ടികളോട് തുറന്ന് കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ശാരീരികമായ, അതായത് ഇപ്പോൾ ഒരു പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവാം? വരാം. ജനറ്റിക്കാന്ന് വെച്ചാൽ ഈ ജന്മസമയത്ത് തന്നെ ഈ മൂത്രമൊഴിക്കുന്ന ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ, ഈ പോസ്റ്റീരിയർ യൂറിത്രൽ വാൾവ് എന്ന് പറയുന്ന പോലെ ചില രോഗങ്ങളുണ്ട്. അതായത് മൂത്രം പോകുന്നതിൽ ചെറിയ തടസ്സമുണ്ടാകും. അങ്ങനെ തടസ്സമുണ്ടാകുമ്പോൾ മൂത്രം നോർമലി പോകുന്നതിനേക്കാൾ പ്രഷർ മുകളിലേക്ക് വരികയും കിഡ്നിയിലേക്ക് വീക്കം വരാനും സാധ്യതയുള്ള ചില രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതും ഈ മൂത്രത്തിൽ പഴുപ്പ് വരുന്ന സമയത്തായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ അതിനാവശ്യമായ ടെസ്റ്റുകളും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ആശുപത്രിയിലേക്ക് വരികയാണെങ്കിൽ യൂഷ്വലി ഒരു കുഞ്ഞിനെ മൂത്രത്തിൽ പഴുപ്പുമായി വരുവാണെങ്കിൽ ഇതിനുള്ള എല്ലാ സാധ്യതകളും ഡോക്ടർ നോക്കും. മനസ്സിലായില്ലേ? അപ്പം മിക്കവാറും മൂത്രത്തിൽ പഴുപ്പ് വരികയാണെങ്കിൽ തുടർന്നും ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവർക്ക് തുടർന്നുള്ള കുറച്ച് ടെസ്റ്റുകളുമുണ്ട്. അത് നമ്മൾ എന്തായാലും നിർബന്ധമായും അവരോട് പറയുകയും ചെയ്യുകയും ചെയ്യും. ഈ കളർ ചേഞ്ച് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം മഞ്ഞപ്പിത്തം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. കുറവാണ്. കാരണം മഞ്ഞപ്പിത്തം മിക്കവാറും ഒരു സീസണലാണ്. ചില കാലാവസ്ഥകളിൽ ചില ഏരിയകളിൽ ഇതിട്ട് വരുന്നതാണ്. ഇതങ്ങനെയല്ല. ഇത് എവിടെയും എങ്ങനെയും വരാം. ചിലപ്പോൾ ഇനിയിപ്പോൾ നമുക്കിപ്പോൾ തണുപ്പുകാലം ആയി കഴിഞ്ഞാൽ മൂത്രപ്പഴുപ്പ് വരാതിരിക്കാതെ തണുപ്പുകാലം വെള്ളം കൂടി ചിലപ്പോൾ കുറയും. അപ്പോഴും ചിലപ്പോൾ ഇതേപോലെ മൂത്രപ്പഴുപ്പ് വരാം. പക്ഷെ സാധ്യത കുറച്ച് കുറവാണ് മാത്രം. കാരണം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നില്ല. അതുകൊണ്ടാവാം. പിന്നെ ഇപ്പം നമുക്ക് കുട്ടികളുടെ പരിചരണത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു നവജാത ശിശുക്കൾ മുതൽ മുകളിലേക്കുള്ള അവരുടെ ഭക്ഷണ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ വെള്ളം കഴിക്കുന്ന, അപ്പം വെള്ളം കഴിക്കുക എന്ന് പറയുമ്പോൾ പലരും ധരിക്കുന്ന കാര്യമുണ്ട്. ഒന്ന്, കുട്ടികൾ ചെറുപ്പത്തിൽ ചായയൊക്കെ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അതിനോട് അഡിക്റ്റ് ആവും. പിന്നെ ഒന്ന്, ജ്യൂസ് ഐറ്റംസ് അല്ലെ പാക്കഡ് ആയിട്ടുള്ള ജ്യൂസ് ഐറ്റംസ്, ഇത്തരം സാധനങ്ങളാണോ അതോ വെള്ളം തന്നെയാണ്? ഇതൊരു മെയിനായിട്ടുള്ളൊരു ഡൗട്ടാണ്. മനസ്സിലായി. അപ്പോൾ ഇത് ശാസ്ത്രീയമായി വളരെ പഠനം നടന്നിട്ടുള്ള കാര്യമാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഈ വെള്ളത്തിന് വെള്ളം തന്നെ വേണം. മനസ്സിലായി. അത് ദഹിക്കാൻ മാത്രമല്ല ശരീരത്തിൻ്റെ ആവശ്യം കൂടിയാണ്. ഈ ബാക്കി ജ്യൂസുകൾ എന്ന് പറയുകയാണെങ്കിൽ ജ്യൂസുകളിൽ ഈ സോഡിയം, പൊട്ടാസ്യം, ഈ ലവണങ്ങളുടെ അംശങ്ങൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ശരീരം കൈകാര്യം ചെയ്യുന്നതും വെള്ളം കൈകാര്യം ചെയ്യുന്നതും വളരെ വ്യത്യസ്തത്തിലാണ്. പിന്നെ അതിൽ വെള്ളമുണ്ട്, ഇല്ല എന്നല്ലാന്ന് പറയുന്നത്. പക്ഷേ മിക്കവാറും ഒരു ജ്യൂസാണോ ഒരു ഫ്രൂട്ടാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും ഒരു ഫ്രൂട്ടേ പറയുള്ളൂ. ഒരു ഫ്രൂട്ട് കഴിക്കുന്നത്ര അതിലുള്ളത്ര ഫൈബറും അതിലുള്ള കണ്ടൻസും ഒരിക്കലും ഒരു ജ്യൂസിലൂടെ കുഞ്ഞിന് ലഭിച്ചോളുന്നില്ല. കൊടുക്കാം, തെറ്റില്ല. അതൊന്നും അമിതമായി കൊടുക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനസ്സിലായി. ആവശ്യത്തിന് ജ്യൂസ് കൊടുക്കുന്നത് തെറ്റുള്ള കാര്യമല്ല. അമിതമായി കൊടുക്കരുത്. ഒരിക്കലും വെള്ളത്തിന് പകരമാവുന്നില്ല. മനസ്സിലായി. കുടിക്കേണ്ട വെള്ളത്തിന് വെള്ളം തന്നെ കിട്ടണം.
ഇപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കഴിക്കുന്നുണ്ടല്ലോ, ഈ തിളപ്പിച്ചാറിയ വെള്ളം കഴിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് അതിലെ പല അംശങ്ങളും ഇല്ലാതാവുന്നു എന്നൊക്കെ പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയമായ വെള്ളത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ അതിൽ പോഷകങ്ങൾ ഉദ്ദേശിച്ച് കുടിക്കുന്ന ഒരു സാധനമല്ല വെള്ളം. മനുഷ്യ ശരീരത്തിന് നോർമലി ഒരു സർവൈവ് ചെയ്യാൻ അത്യാവശ്യമുള്ള സാധനമാണ് വെള്ളം, അത് H2O. അപ്പോൾ ആ വെള്ളമായിട്ട് തന്നെ കിട്ടാം. ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള കേരളം പോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഈ വയറിളക്കം ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ മരണകാരണമാകുന്നതും ഇത് നമ്മൾ തേർഡ് വേൾഡ് കൺട്രീസിൽ ഈ വയറിളക്കം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവയെ ചെറുക്കാനും പറ്റാവുന്നത്ര രീതിയിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും വേണ്ടിയാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അത് മാക്സിമം അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് തിളപ്പിച്ചാറ്റി എന്നുള്ളതുകൊണ്ട് യാതൊന്നും സംഭവിക്കുന്നില്ല. അതൊരു സംശയം പ്രേക്ഷകരിലേക്ക് കൂടി എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചില ചിന്തകളും കാര്യങ്ങളുമാണ്. ഇപ്പം നമുക്ക് ഈ ഒരു യൂറിൻ ഇൻഫെക്ഷൻ വളരെ പ്രശ്നമായി വരുന്നത് എപ്പോഴാണ്? മിക്കവാറും ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ചിരിക്കും, പ്രായം അനുസരിച്ച്. കുട്ടികളുടെ പ്രായം കുറയുന്നതനുസരിച്ച്, അത് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ മൂത്രത്തിൽ പഴുപ്പ് വരികയാണെങ്കിൽ അവ കാര്യമായി തന്നെ ചികിത്സിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കിഡ്നിയിലേക്ക് പഴുപ്പ് പടരാനും കിഡ്നിയിലെ മൂത്രാശയത്തിലേക്കും പഴുപ്പ് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായി? അത് നമ്മൾ മിക്കവാറും ഈ മൂത്രത്തിൽ പഴുപ്പ് സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കായതുകൊണ്ട് അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ പോവുകയും മാതാപിതാക്കൾ മിക്കവാറും ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കിട്ടുമ്പോഴേക്കും തുടർന്ന് അതിന് ഫോളോ അപ്പിന് വരാതെ പോവുകയും കാണുന്നതും പതിവാണ്. മിക്കവാറും നമ്മൾ യൂഷ്വലി ഒരു അസുഖം വന്ന് ചികിത്സിച്ച ശേഷം കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും വരികയും അതിൻ്റെ ഏതാനും വല്ല ബാക്കി കിടക്കുന്നുണ്ടോ എന്നുള്ളതും വേറെ വല്ല ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നവജാത ശിശുക്കളുടെ കാര്യത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് കാരണം ഇവരുടെ ഒരു സത്വര ശ്രദ്ധ, നല്ലൊരു കെയർ തീർച്ചയായും കുട്ടികൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഏതായാലും വളരെ നല്ല ഒരു ടോപ്പിക്കായിരുന്നു. നമ്മൾ കുട്ടികളിൽ, ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട നമുക്ക് നവജാത ശിശുക്കൾ വലിയ ചർച്ച തന്നെയാണ്. അപ്പോൾ അവരിലുണ്ടാകുന്ന മൂത്രപ്പഴുപ്പ് അത് എത്രത്തോളം കെയർ ചെയ്യണം, എത്രത്തോളം ശ്രദ്ധിക്കണം, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ അഭിനവ് ചന്ദ്രൻ, നമ്മുടെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗത്തിലെ പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹം നമുക്ക് നൽകിയത് വളരെയധികം പീഡിയാട്രിക് സെക്ഷനാണ്. അപ്പോൾ അദ്ദേഹം നൽകിയത് വളരെ മഹത്തായ കുറേ അറിവുകളാണ്. നമുക്ക് സംശയമുള്ള പല കാര്യങ്ങളും നിവാരണം വരുത്താൻ ആരോഗ്യ ദർശനം നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുത്ത ഡോക്ടർക്ക് ഒരുപാട് നമസ്കാരം, നന്ദി. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. നമസ്കാരം.